ജെംജി കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് ആപ്പിളും കൊണ്ടൊരു അടിപൊളി ഡിസേർട്ട് ആട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. സെറ്റ് ചെയ്യാനായിട്ട് അധികം സമയവും വേണ്ട. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ആപ്പിൾ ഡിസേർട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചെറിയ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പീൽ ചെയ്തിട്ട് ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ തൊണ്ടും കളയണം, അകത്തെ കുരു കളയണം. ആ കുരുവിൻ്റെ സൈഡിലിരിക്കുന്ന കട്ടിയായിട്ടുള്ള ഭാഗവും മുറിച്ച് കളഞ്ഞിട്ട് വേണം ചെറിയ പീസായിട്ട് എടുക്കാൻ. അപ്പം ഞാനിതൊന്ന് പീൽ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഞാനിത് പീൽ ചെയ്ത് അകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് ആൽമണ്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൽമണ്ട് ശരിക്കും ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു അഡീഷണൽ ടേസ്റ്റാണ് ഈ ആൽമണ്ടോട് ചേർക്കുമ്പോൾ. ആപ്പിളും ആൽമണ്ടോടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആൽമണ്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആൽമണ്ട് ചേർത്ത് ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീരെ കനം കുറച്ച് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്, അപ്പോൾ അധികം നേരം ഇത് ഫ്രൈ ചെയ്യേണ്ട. ആൽമണ്ട് ഇപ്പം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആപ്പിൾ ആദ്യമേ ഈ ബട്ടറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ആപ്പിളിൻ്റെ നിറം ചെറിയ ബ്രൗൺ കളർ ആകണം. അത്രയും ആകുമ്പോഴത്തേന് ഈ ആപ്പിളിൻ്റെ സൈസും ചെറുതാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതിൽ കട്ട പിടിക്കും. ഒട്ടും കട്ട ഇല്ലാതെ വേണം നമുക്കിത് കുറുക്കിയെടുക്കാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുക്കീസോ ബിസ്ക്കറ്റോ എടുക്കാം. അപ്പം ഞാനിവിടെ ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് മിക്സിയിലൊന്നും പൊടിക്കേണ്ട കാര്യമില്ല, വെറുതെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. നമുക്ക് കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം സ്പൂണും കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ബിസ്ക്കറ്റ് ഞാനിപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഡിസേർട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിതുപോലെ 3 ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഇടാം. ആപ്പിൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടാം. ഇതെല്ലാം നമുക്കിങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. ആപ്പിൾ, ആൽമണ്ട്, ബട്ടർ എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് വീണ്ടും ഇതിന് മുകളിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു ലെയർ കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നടുഭാഗത്ത് ഫ്രൈ ചെയ്ത ആപ്പിൾ കുറച്ച് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. നമ്മുടെ ആപ്പിൾ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നമുക്കിത് കഴിച്ച് നോക്കാം.
സൂപ്പർ, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ റെസിപ്പി ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്